ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് തക്കാളി റൈസാണ്. അപ്പോൾ നമ്മുടെ തക്കാളി റൈസ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നമുക്ക് ഈ തക്കാളി റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്കിന്ന് കുറച്ച് ഉള്ളിത്തണ്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മുളച്ച ഉള്ളിയൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ കുഴിച്ചിടാറുണ്ട്, അതിൽ നിന്ന് ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അതേ ഇത്രയ്ക്ക് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കഴുകി ഇതൊന്ന് അരിഞ്ഞിട്ട്, ഇവിടെ നമ്മുടെ വീട്ടിൽ കുറച്ച് പുതിന ഉണ്ട് കേട്ടോ. പുതിനയിൽ നിന്ന് നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം. നമുക്ക് 2 തണ്ട് മതിയാവും. ഇത്ര പുതിന നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി, നല്ല മണമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായാലും നല്ല മണമാണ് ഇതിന്. അപ്പോൾ നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉഴുന്നായാലും കുഴപ്പമില്ല, ഞാൻ കടലപ്പരിപ്പാണ് ചേർക്കുന്നത്. കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം, പച്ച കപ്പലണ്ടിയാണ്. നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. നമ്മളൊരു വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചോറിൽ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. ഈ കുറച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എന്തോന്ന് നോക്കാം. നമുക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അതിലത്തെ വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. നമ്മളൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്നത് പച്ചരി കൊണ്ടുള്ള ചോറാണ് കേട്ടോ. എന്ത് ചോറായാലും കുഴപ്പമില്ല, എന്ത് ചോറ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളൊരു 3 ആൾക്ക് ഉള്ള ചോറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് പുതിന ചേർത്ത് കൊടുക്കാം. പുതിനയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. മല്ലിയില ചേർത്ത് കൊടുക്കാൻ പറ്റും. മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം. ലേശം നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ പച്ചരി കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പച്ചരി നന്നായിട്ട് അങ്ങോട്ട് വെന്ത് പോകണ്ട കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി ചോറൊക്കെ വയ്ക്കുന്ന ഒരു 70% 80% പറയാറില്ല. ഇതൊരു 60-ന് എടുത്താൽ മതി കേട്ടോ. വെന്ത് പോയി കഴിഞ്ഞാൽ കുഴകുഴാന്നായി പോവും, ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ തക്കാളി റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കയറിപ്പോള്. കാണുന്നതോടൊപ്പം ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ തക്കാളി റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.